വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിട എന്ന് പറയുന്ന കാവ്യസമാഹാരത്തിലെ ഒരു കവിതയാണ് വിഷുക്കണി എന്ന് പറയുന്നത്. സ്നേഹത്തോടുകൂടി എന്നെ തൊട്ടുണർത്തിക്കൊണ്ട് അമ്മ പറഞ്ഞു, കൺതുറക്കാതെ കണി കാണുവാൻ വരൂ കുട്ട. അമ്മയുടെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് പരിചിതമായ തറയിലൂടെ പതുക്കെ പതുക്കെ അവൻ നടന്നു. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അറിയാതെ അവ തുറന്നുപോയി. എന്തൊരു കഷ്ടമാണ്! തുറന്നപ്പോൾ ചുറ്റിലും ഇരുട്ടാണ്. വെളിച്ചമില്ലാതെ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നത് ജനലിലൂടെ അവൻ കണ്ടു. വീണ്ടും കണ്ണടച്ച് അവൻ നടന്നു. കണ്ണു തുറന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ ശില്പത്തെ കണി കണ്ടു. വെള്ളിപോൽ തിളങ്ങുന്ന ഓട്ടുരുളി, കണിവെള്ളരിക്ക, തേങ്ങാമുറികൾ, തിരികൾ, കൊന്നപ്പൂവ്, പൊന്നുമണിഞ്ഞു നിൽക്കുന്ന മഹാലക്ഷ്മി, കണ്ണാടി, ഞൊറിഞ്ഞമുണ്ട് തുടങ്ങിയവ. അരി, കുങ്കുമച്ചെപ്പ്, ഇങ്ങനെ ഐശ്വര്യ മഹാലക്ഷ്മിക്ക് അരങ്ങു ചമയ്ക്കാൻ അമ്മയ്ക്ക് പ്രത്യേക കഴിവ് പണ്ടുമുതലേ ഉണ്ട് എന്നവൻ ഓർക്കുന്നു. അതിനുശേഷം കണി കണ്ടു, കൈനീട്ടം മേടിച്ചു. അനുജത്തിമാർ കാണുകെ പൂത്തിരി കത്തിച്ചു. അടുത്തും അകലെയുമായി പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും അത് നാടിനെ ഇങ്ങനെ ഉണർത്തുന്നത് അവൻ ശ്രദ്ധിച്ചു. എങ്കിലും കണി കാണുന്നതിനു മുമ്പ് കൺതുറന്നിട്ടാണോ എന്നറിയില്ല, ആ നേരത്തും എൻ്റെ കരൾ ഇരുട്ടിലാണ്, എവിടെയെങ്കിലും വെളിച്ചമുണ്ടോ എനിക്ക് ചുറ്റുമുള്ള ഈ ഉൾനാട്ടിൽ എന്ന് കവി അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ ചങ്ങാതിമാരുടെ വീടുകൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. ഈ തറവാട്ടിൻ്റെ കെട്ടിലും കണി ഉരുളിയുടെ ചുറ്റിലും ഞങ്ങളുടെ മനസ്സിലും മാത്രമാണ് ആകെ കുറച്ച് വെളിച്ചമുള്ളത്. ഈ ഒരു വിഷു ആഘോഷം എന്ന് പറയുന്നത് കറ പിടിച്ച വാൽക്കണ്ണാടി ചേർത്ത് വെച്ചൊരു ഐശ്വര്യ ദേവതയെ ഒരു തരത്തിൽ തരം താഴ്ത്തുകയാണോ എന്ന് കവിക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഐശ്വര്യം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും ഉള്ളതാണ്. വിയർപ്പിൻ്റെ നീരാഴിയിൽ ജനിച്ച് ഐശ്വര്യം മഴ പോലെ വർഷിക്കുന്നവളാണ് ഐശ്വര്യദേവത. കരിമണ്ണിൽ വളർന്നു വിടർന്നിട്ടുള്ള കണിക്കൊന്നയുടെ നിറമുള്ള നീരരുവിയിൽ കുളിക്കുന്നവളും ചുട്ടെരിയുന്ന വെയിലിൽ കായ്കനികൾ തൂങ്ങിയാടുന്ന കൊമ്പിൽ ഊഞ്ഞാലാടുന്നവളാണ് ഐശ്വര്യദേവത. പുന്നെല്ലിൻ്റെ പായിൽ നൃത്തം ചെയ്യുന്നവളാണ്. അങ്ങനെയുള്ള ഐശ്വര്യദേവതയ്ക്ക് എങ്ങനെയാണ് ഇത്തിരി വട്ടത്തിൽ നിൽക്കുവാൻ സാധിക്കുക? കണി കണ്ട് കൺതുറക്കുന്ന കൺകളെ എങ്ങനെയാണ് തഴുകാനാവുക? അങ്ങനെയുള്ള ഐശ്വര്യദേവതയ്ക്ക് മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിക്ക് മുമ്പിൽ ചിരിക്കാനാവില്ല. സമൂഹത്തിൽ പാവപ്പെട്ടവർക്ക് നൽകുന്ന പിച്ചക്കാശ് അഥവാ കൈനീട്ട കാശിന് ഐശ്വര്യദേവതയ്ക്ക് ചിരിക്കാനാവില്ല. ചളിയിൽ പിറക്കുന്ന ചെന്താമര പൂക്കൾ പോലെ എല്ലാ വീടുകളിലും വന്ന് നിനക്ക് വിളയാടുവാൻ സാധിക്കുമോ അന്നപൂർണയാം ദേവി എന്നൊരു ചോദ്യം കവി ചോദിക്കുന്നുണ്ട്. അവസാനവും കവി പറയുന്നുണ്ട്, കണി കാണുന്നതിന് മുമ്പ് കൺതുറന്നിട്ടാണോ എന്നറിയില്ല, ഞാനിനി പുലർക്കാലം വരുന്നത് വരെ അസംതൃപ്തനാണ് എന്ന്. അടുത്തത് ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന പാഠഭാഗം സാറാ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമാണ്. അതിലെ പ്രധാന കഥാപാത്രമായ ജോസ് എന്ന് പറയുന്ന അനാഥ ബാലൻ കർമ്മലീത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ സിസ്റ്റർ തെരീസയുടെ പരിചരണത്തിൽ കുട്ടിക്കാലം കഴിച്ചവനാണ്. സിസ്റ്റർ തെരീസ എന്ന് പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. ജോസിന് ആ ഓർമ്മകളുണ്ടായിരുന്നു. ജോസിന് ഒരു 5 വയസ്സായ സമയത്ത് അവനെ പട്ടണത്തിലുള്ള ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഓർഫനേജിൽ കൊണ്ടാക്കി. 100-ലധികം കുട്ടികളും പല പ്രായക്കാരും ആ വിശാല ലോകത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു മണിമുഴക്കത്തിലാണ് അവരുടെ ദിവസം ആരംഭിക്കുന്നത്. സ്കൂളിലെ മറ്റു കുട്ടികളുമായി ഇടപഴകുന്ന സമയത്ത് തനിക്ക് ആരുമില്ല എന്നൊരു ചിന്ത ജോസിനുണ്ടാകുമായിരുന്നു. കുട്ടികൾ തങ്ങളുടെ കുടുംബക്കാരെക്കുറിച്ച് പറയുന്ന സമയത്ത് അവൻ്റെ ഹൃദയം വേദനിക്കുമായിരുന്നു. തനിക്ക് ആരുമില്ല എന്നൊരു ചിന്തയും ഒഴുക്കുവെള്ളത്തിലെ ഒതളഞ്ഞ പോലുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ എപ്പോഴും ഓർക്കുമായിരുന്നു. ജോസിൻ്റെ വിഷമങ്ങൾ എപ്പോഴും തീർക്കുന്നത് ഫാദർ ഫ്രാൻസിസ് ആണ്. തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം കാണിച്ചു തരണേ എന്നാണ് അവൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. തൻ്റെ 10ാം ക്ലാസ് റിസൾട്ട് വന്ന ദിവസം അവൻ കിടക്കപ്പായയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ക്ലാസ് കിട്ടാനായിട്ട്. അവൻ്റെ ആഗ്രഹം പോലെ തന്നെ ഫാദർ ഫ്രാൻസിസ് നൽകിയ പത്രത്തിൽ അവൻ്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നം അവനെ ഉന്മേഷവനാക്കി. അങ്ങനെ ജോസിൻ്റെ മനസ്സിലുള്ള തുടർന്ന് പഠിക്കാനുള്ള മോഹം തിരിച്ചറിഞ്ഞ ഫാദർ ഫ്രാൻസിസ് ഫാദർ ജോസഫിനോട് പറഞ്ഞ്, ചങ്ങനാശ്ശേരിയിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ പഠിക്കാൻ നിനക്ക് സാധിക്കും, നീ ആശിച്ച പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. തൻ്റെ ഈ സന്തോഷം അവൻ കൂട്ടുകാരനായ പീറ്ററിനോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ വാർത്ത 2 പേർക്കും ഒരുപോലെ സന്തോഷം നൽകുന്നതായിരുന്നു. അവരുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാഠഭാഗം അവസാനിക്കുന്നത്. അടുത്ത കവിത കെത്തളു അഥവാ ഏട്ടക്കൂരി എന്ന് പറയുന്ന സുകുമാരൻ ചാലികതയുടെ ഒരു കവിതയാണ്. ഇന്നലെ ഒരു കാട്ടാന പ്രസവിച്ചു. ആ പ്രസവിച്ച് വീണ കാട്ടാന കുഞ്ഞിൻ്റെ നിറം കറുത്തതാണ് എന്ന് പറഞ്ഞാണ് കവിത തുടങ്ങുന്നത്. ചോലക്കാട്ടിലെ നീർക്കാക്കുകൾ മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. ഇതെന്ന് പറയുന്ന ഒരു പ്രതിരോധത്തിൻ്റെ സൂചനയാണ്. കാട്ടുമരത്തിലെ മരവാഴ പൂക്കൾ തങ്ങൾക്ക് വധുവിനെ തേടുന്നുണ്ട്. മൂങ്ങാങ്കുഴിയിടുന്ന കല്ലുന്തി മീനുകൾക്ക് മൂക്കുത്തി വേണം. ഇതൊക്കെ ജനങ്ങളുടെ ആഗ്രഹമാണ്. കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിപ്പുഴയ്ക്ക് നര വന്നു എന്ന് വെച്ചാൽ വെള്ളം വറ്റിപ്പോയി. പൊന്നും ചുമന്നു കൊണ്ടുവന്ന പൊൻകുഴി പുഴ കാട്ടിലേക്ക് തന്നെ ഒഴുകിപ്പോയി. ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാടുന്ന കാറ്റും ചുറ്റും നനച്ചുറങ്ങിയ കാട്ടുമുയലിന് വല വെറും പുല്ലും. അതായത് എന്തിനേയും അതിജീവിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. പുഴവെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടി ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തം. ഈ വാള ഏട്ടക്കൂരി എന്ന് പറയുന്നത് മീനുകളുടെ പേരാണ്. കണ്ണെഴുതിയിട്ടുള്ള മാമലകളെ ആരൊക്കെയോ കണ്ണു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കാനായിട്ട് ആരൊക്കെയോ തയ്യാറായിട്ടുണ്ട്. കുത്തിവീണ കല്ലുകൾ വെളുത്ത ചോര കക്കുന്നു. ആ ചോര വാർന്ന് ആ കുന്നുകളെല്ലാം
മരിക്കാറായി. എന്നുവെച്ചാൽ കുന്നുകൾ നശിക്കപ്പെടുന്നു. കവി ഓടിച്ചാടി നടന്ന കല്ലുകൾ ഇന്ന് അങ്ങാടിയിലെത്തിയിരിക്കുന്നു. ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലുമായി. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി. ഊത്തകാലത്തും രക്ഷയില്ല. അതായത് ഏട്ടക്കൂരി മത്സ്യങ്ങൾക്ക് പ്രജനന കാലത്തു പോലും സ്വന്തം സ്ഥലത്ത് സമാധാനമില്ല എന്നതാണ് സൂചന. ഇവിടെ ഗോത്ര സമൂഹത്തിൻ്റെ ജീവിതാവസ്ഥയാണ് ചിത്രീകരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക.